ഇത് ഓട്ടോ മോഡിൽ ഇടുവാണെങ്കിൽ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടാർഡർ ആയിക്കോളും. ഞാൻ ഉപയോഗിക്കുന്നത് ടോമിൻ്റെ ഗോ എക്സ്പേർട്ട് ആണ്. ഈ താഴോട്ട് വരണമെങ്കിൽ റെഡ് വരും. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുത്തു ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവ് മോഡ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്കാനിയയുടെ G450 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാബിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇതിൻ്റെ എൻജിൻ ടൈപ്പ് 13 ലിറ്റർ 6 സിലിണ്ടർ ഇൻലൈൻ എൻജിനാണ് വരുന്നത്. അതുപോലെ തന്നെ എൻജിൻ പവർ വരുന്നത് 450 HP ആണ്. പിന്നെ ടോർക്ക് വരുന്നത് 2300 ആണ്. ഈ ട്രക്കിൻ്റെ ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ഈ ട്രക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാനിയ ട്രക്ക് ബിൽഡ് ചെയ്തെടുത്തേക്കുന്നത് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് ഈ വണ്ടിക്ക് വിസിബിലിറ്റി കൂടുതലാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ക്യാബിൻ ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് മൊത്തത്തിൽ പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, സ്കാനിയയുടെ ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റ് സ്വിച്ചും അതായത് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വരുന്നത് നമ്മുടെ ഡോർ ഹാൻഡിലിൽ തന്നെയാണ്. അത് ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് 2 സൈഡ് ഗ്ലാസ് പൊക്കാൻ താത്താനുള്ള സ്വിച്ചുകളാണിത്. പിന്നെ ഇവിടെ നിന്ന് വരുവാണെങ്കിൽ ഇത് മിററിൻ്റെ ഇത് ടോട്ടൽ വരുന്നത് 6 മിറർ വരുന്നുണ്ട്. അതായത് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് കാണാനുള്ളതും താഴത്തെ മിററും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു മിററും അങ്ങേ സൈഡിലൊരു മിററുണ്ട്. നമുക്ക് ആരെങ്കിലും റോട്ടിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ കാണാൻ അങ്ങനെ അതിനാവശ്യമായ മിററുകളെല്ലാം ഈ ട്രക്കിലുണ്ട്. ഇത് നമുക്ക് ഈ റൈറ്റ് സൈഡിലെ താഴത്തെ മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണ് ആരോ ഉണ്ട് മിറർ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. നമുക്ക് സൈഡിലോട്ടോ ഫ്രണ്ടിലോട്ടോ എങ്ങോട്ടാണോ വെച്ചാൽ മേളിലോട്ടോ താഴോട്ടൊക്കെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്കത് ഓഫ് ചെയ്യാൻ ഒന്നും കൂടെ പ്രസ് ചെയ്താൽ അത് ഓഫായി. ഇതുപോലെ മുകളിലത്തെ മിറർ ഏത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും മുകളിലത്തെ മിററിൻ്റെ സ്വിച്ച് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മിററിൻ്റെ ഈ സ്വിച്ചിൻ്റെ കൺസോളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ മിററിൻ്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ഏത് ഭാഗത്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് നോക്കിയിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇതിപ്പോൾ ഞാൻ ഹെഡ്ലൈറ്റ് ഓട്ടോ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മാനുവൽ മോഡിലേക്ക് മാറ്റാം. ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ ലൈറ്റ് ഡിം ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓൺ ആയിക്കോളും. അതുകൊണ്ട് പിന്നെ ചില സമയത്ത് നമ്മളിപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ള റോഡാണെങ്കിൽ ഓട്ടോ മോഡിൽ ഇടുമായിരിക്കും നല്ലത്. ചിലപ്പോൾ നമ്മൾ ലൈറ്റ് ഇടാൻ മറന്നു പോയിന്ന് വരാം. പിന്നെ അടുത്ത് വരുന്ന നമ്മുടെ ടാക്കോയുണ്ട്. അതിപ്പോൾ എല്ലാ വണ്ടിയിലുള്ള പോലെ ഉള്ള ടാക്കോയാണ്. ചിലപ്പോൾ ചില ഡിഫറെൻറ്റ് കമ്പനിയുടെ കാണും. പിന്നെ വരുന്ന നമ്മുടെ അടുത്ത കാണിക്കാൻ വരുന്നത് വണ്ടിയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള സ്വിച്ചുകളുണ്ട് ഇവിടെ. അതുകൂടാതെ ഇത് മേളിൽ വരുന്നത് നമ്മുടെ വലിയ വണ്ടികളെല്ലാം ട്രക്കുകളിലൊക്കെ വണ്ടി റിവേഴ്സ് എടുക്കാൻ നേരത്ത് നമ്മുടെ ബി എന്നുള്ള സൗണ്ട് അടിക്കും. അത് ഓഫ് ചെയ്യാനും അതിനുള്ള സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്യാം. പക്ഷെ അത് ഓൺ ആക്കി ഇടുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ രാത്രി ഇത്ര ടൈം മുതൽ രാവിലെ ഇത്ര ടൈം വരെ ചില സമയങ്ങളിൽ അത് സൗണ്ട് പാടില്ല എന്നുള്ള സമയങ്ങളിൽ. പക്ഷെ നമ്മൾ യാർഡിലൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും അത് ഓൺ ആക്കി ഇടുകയാണ് നല്ലത്. കാരണം പുറകിൽ ആരെങ്കിലും നടന്നു പോകണമെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ വണ്ടി പുറകോട്ട് വരികയാണെങ്കിൽ അവർ കാണാൻ ഇടയാവില്ല. പിന്നെ ഇത് വണ്ടിയുടെ ഹൈറ്റ് താത്താനും പൊക്കാനുമുള്ള സ്വിച്ചാണിത്. ഇപ്പോൾ നമ്മളൊരു ട്രെയിലറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ മിക്കപ്പോഴും പല പാർക്കഡ് ട്രെയിലറിൻ്റെ ഹൈറ്റുകൾ വ്യത്യാസം കാണും. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ട്രെയിലറിൻ്റെ ഹൈറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണിത്. പിന്നെ ബാക്ക് ടു നോർമൽ അതിൻ്റെ സ്വിച്ചിൻ്റെ അത് പടം അവിടെ കാണുന്നില്ല, അത് ഓൾറെഡി പോയതാണ്. അപ്പോൾ ബാക്ക് ടു നോർമൽ പൊസിഷനിലേക്ക്, അതായത് റണ്ണിങ് പൊസിഷനിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റണ്ണിങ് പൊസിഷനിലേക്ക് വരും. പിന്നീട് വരികയാണെങ്കിൽ നമുക്ക് അടുത്തായിട്ടുള്ള സ്കാനിയയുടെ ഗിയർ സ്വിച്ചുകൾ. ഇത് ഓട്ടോമാറ്റിക് ട്രക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഗിയർ സ്വിച്ച്, ഗിയർ ലിവർ ഈ റൈറ്റ് ഹാൻഡിലുള്ള ലിവറിൽ തന്നെയാണ് വരുന്നത്. ഈ ലിവറിൽ തന്നെയാണ് നമ്മൾ റിട്ടാർഡർ വരുന്നത്, അതായത് എഞ്ചിൻ ബ്രേക്ക് വരുന്നത്. ഇപ്പോൾ എഞ്ചിൻ ബ്രേക്ക് ഇങ്ങനെ താഴോട്ട് 1 2 നമ്പറാണുള്ളത്. അതുകൂടാതെ എഞ്ചിൻ ബ്രേക്ക് നമുക്ക് ഓട്ടോ മോഡിലും അല്ലാതെ മാനുവൽ മോഡിലും ഇടാം. ഇത് ഓട്ടോ മോഡിൽ ഇടുവാണെങ്കിൽ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടാർഡർ ആയിക്കോളും. എന്നാൽ തന്നെ നമുക്ക് മാനുവലായിട്ട് റിട്ടാർഡർ 1 2 ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റും. വണ്ടി എഞ്ചിൻ ബ്രേക്ക് അടിച്ച് സ്ലോ ആയിക്കോളും. പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ഓടിക്കാനുള്ള ബട്ടൺ ഉണ്ട് ഇവിടെ. അത് ഇവിടെ ഷിഫ്റ്റ് മാനുവലായിട്ട് അങ്ങേ ഇവിടെ അറ്റത്ത് A and M എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയിലാണ് ഇപ്പോൾ വണ്ടി സ്കാനിയ ട്രക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഓട്ടോയിൽ ഓടിക്കാനാണ്. വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഇടണമെങ്കിൽ മാനുവലായിട്ട് ഇടാം. അടുത്ത് നിങ്ങളെ ഗിയറിൻ്റെ ഷിഫ്റ്റിംഗ് കാണിച്ചു തരാം.
ഇപ്പോൾ വണ്ടി ഇത് ന്യൂട്രലാണ് കിടക്കുന്നത്. ന്യൂട്രലാണ് കിടക്കണേ. ന്യൂട്രൽ നമുക്ക് ഈ ലൈൻ വെച്ചിട്ടല്ലേ ന്യൂട്രൽ? ഈ ലൈൻ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ ന്യൂട്രലാണ് വണ്ടി എടുക്കുന്നത്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഡ്രൈവിലേക്ക് ഇടാൻ പറ്റും. ഇപ്പൊ ഓട്ടോമാറ്റിക്കിലാണ്. ഏതാണ് കാണുന്നത്? ഇതല്ലേ ഓട്ടോമാറ്റിക് 3A ആണ് ഇപ്പൊ കിടക്കണേ. കാരണം 3A കിടക്കാൻ കാരണം ഇപ്പൊ നമ്മൾ വണ്ടി കാലിയാണ്, ലോഡൊന്നും ഇല്ല. അപ്പൊ വണ്ടി ഫുൾ ലോഡാണ്, ട്രെയിലർ കണക്റ്റഡ് ആണ്. ഫുൾ ലോഡാണെങ്കിൽ ചിലപ്പോൾ അത് 1A ആയിരിക്കും. ന്യൂട്രലിലേക്കാണ്. ഇതാണ് റിവേഴ്സ്. പുഷ് ചെയ്ത് റിവേഴ്സിലേക്ക് ഇടണം. അപ്പൊ ആ ഡോട്ടിലേക്ക് വരുത്തണം. അപ്പൊ നമുക്ക് സ്ക്രീൻ നോക്കി അറിയാം വണ്ടി റിവേഴ്സ് ഗിയറിലേക്ക് മാറിയിട്ടുണ്ട്. റിവേഴ്സ് R1 കിടക്കുന്നുണ്ട്. റിവേഴ്സിലേക്ക് മാറുന്നുണ്ട്. വീണ്ടും ന്യൂട്രലാക്കിയാൽ വണ്ടി എഞ്ചിൻ ഓഫ് ചെയ്യാം. നമ്മളെപ്പോഴും വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്തിടണം. അതാണ് ഇവിടെയുള്ള എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കാരണം പൊല്യൂഷൻ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഡീസൽ സേവ് ചെയ്യുക, മാക്സിമം എഞ്ചിൻ ഇത്ര മിനിറ്റ് കൂടുതൽ ഓണാക്കി ഇടരുതെന്നാണ് പറയുന്നത്. അടുത്ത് നമ്മുടെ മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോളിൽ നമുക്ക് പല രീതിയിലുള്ള ഡിസ്പ്ലേ ഇടാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് സ്പീഡോമീറ്റർ ആണ്. റൈറ്റ് സൈഡിൽ നമ്മുടെ എഞ്ചിൻ സ്പീഡ് അതെല്ലാം അറിയാവുന്നത്. പിന്നെ ടൈം, നമ്മുടെ ടെമ്പറേച്ചർ, പിന്നെ നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ അളവ്. പിന്നെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിപ്പ് മീറ്റർ. പിന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട് സ്പീഡോമീറ്ററിന്. അതുകൂടാതെ നമുക്ക് ഫ്യൂവലിൻ്റെ അളവും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ മീറ്ററിലെല്ലാം നമുക്ക് ഇവിടുത്തെ കൺസോൾ സ്വിച്ചിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ലോഡ് ഡിസ്പ്ലേ, അതായത് വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഇതാണ്. ഇതുകൂടാതെ നമുക്ക് വണ്ടിയുടെ ടാക്കോയുടെ ഇൻഫർമേഷൻ, ഡ്രൈവർ ഇൻഫർമേഷൻ ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ തന്നെ നമുക്ക് വണ്ടിയുടെ അതർ ഇൻഫർമേഷൻ, നമ്മൾ ഇനി എത്ര റെസ്റ്റ് എടുക്കണം, അതെല്ലാം നമുക്ക് ഈ മീറ്റർ കൺസോളിൽ തന്നെ കാണാൻ പറ്റും. ഇത് പല വണ്ടിയിലും പല രീതിയിലായിരിക്കും. പക്ഷേ സ്കാനിയയുടെ എല്ലാം ഏകദേശം ഈ സെയിം ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ സ്കാനിയയുടെ R സീരീസ് വരുവാണെങ്കിലും S സീരീസ് വരുവാണെങ്കിലും ഇത് തന്നെയായിരിക്കും വരുന്നത്. ഇത് കൂടാതെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ ഏതിലേക്ക് കിടക്കുന്നതെന്നോ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ ആവറേജ് എത്ര ഡീസൽ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് അറിയാൻ പറ്റും. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ബ്രേക്ക്, എയർ ടാങ്കിൻ്റെ പ്രഷറുകൾ, അതിൻ്റെ നമുക്ക് 1, 2, 3 ടാങ്കുകളാണ്. ആ ടാങ്കുകളിൽ എത്രത്തോളം എയർ ഉണ്ട് അതെല്ലാം നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. നെക്സ്റ്റ് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഏതാണ്, നമ്മൾ ഏതാണ് ഇത് റൺ ചെയ്യുന്നത്. അതുകൂടാതെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് വണ്ടിയുടെ സ്റ്റാർട്ടപ്പ് ചെക്ക്, നമുക്ക് ഒരു ഡ്രൈവറെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വണ്ടിയിൽ ഇറങ്ങി നോക്കാതെ തന്നെ എല്ലാം അറിയാൻ പറ്റുന്നതിന് വേണ്ടി സ്കാനിയയിൽ ഉള്ള സ്റ്റാർട്ടപ്പ് ചെക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ ലെവൽ കാണാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ ബ്രേക്കിൻ്റെ ലൈനിങ്ങിൻ്റെ അളവ് കാണാൻ പറ്റും. കണ്ടോ, കറക്റ്റായിട്ട് ഓരോ ബ്രേക്കിൻ്റെ കറക്റ്റ് ലൈനിങ്ങിൻ്റെ അളവുകൾ കാണാൻ പറ്റും. ക്ലച്ച് ഡിസ്കിൻ്റെ എത്രത്തോളം ആയെന്ന് അറിയാൻ പറ്റും. ക്ലച്ച് ഡിസ്ക് 100%. അപ്പം നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ വണ്ടിയുടെ ഫുൾ ഇൻഫർമേഷൻ നമുക്കൊരു ട്രക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഡ്രൈവർക്ക് രാവിലെ ചെക്ക് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. എഞ്ചിൻ ഓയിൽ ലെവൽ വളരെ എഞ്ചിൻ ഓയിൽ ലെവൽ നമ്മൾ തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് എഞ്ചിൻ ഓയിൽ ലെവൽ കാണിച്ചു തരും. അതായത് വീണ്ടും കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും വണ്ടി നമ്മൾ നോക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നിരപ്പിലല്ല കിടക്കണേ, അതുകൊണ്ടാണ് കറക്റ്റ് നിരപ്പിലിട്ട് നോക്കിയാൽ കൃത്യമായിട്ട് കാണിക്കൂലേ, ആക്യുറസി ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഒരു 95% ആക്യുറേറ്റ് ആണ്. കാരണം മിനിമം ലെവലും മാക്സിമം ലെവലും കാണിക്കുന്നുണ്ട്. ബാക്കി ഡ്രൈവർ അസിസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഓക്സിലറി, ഹീറ്റർ, അങ്ങനെ എല്ലാം ഫുള്ള് ഡിസ്പ്ലേ നമുക്ക് ഈ സ്റ്റിയറിങ്ങിലുള്ള സ്വിച്ചിൽ നിന്ന് നമുക്ക് സ്ക്രീനിൽ എല്ലാം കാണാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം വണ്ടി കുറേ ഇതായിപ്പോയി, കാരണം ഒത്തിരി പേര് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചാണ്. ഇത് ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കാനും പ്ലസ് മൈനസ് സ്പീഡ് കുറയ്ക്കാനും ക്രൂയിസ് കൺട്രോൾ ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് 0-ൽ ഞെക്കാം, ക്രൂയിസ് കൺട്രോൾ ഓഫ് ആകും. പിന്നെ ബാക്ക് ടു നമ്മുടെ സെറ്റ് ചെയ്ത സ്പീഡിലോട്ട് പോകാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സ്ക്രീനിൻ്റെ വരുവാണെങ്കിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ, അതായത് മ്യൂസിക് സിസ്റ്റം, അതായത് ഫോണൊക്കെ അറ്റൻഡ് ചെയ്യാനോ മ്യൂസിക് സിസ്റ്റം അറ്റൻഡ് ചെയ്യാനോ സ്ക്രീൻ, നെക്സ്റ്റ് ബട്ടൺ, വോളിയം ബട്ടൺ, അതാണ് ഈ ലെഫ്റ്റിലുള്ളത്. ഇത്രത്തോളമാണ് നമ്മുടെ സ്ക്രീനിലും ഇതിവിടെയായിട്ട് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഹസാർഡ് ലൈറ്റ്, അതെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഹസാർഡ് ലൈറ്റ്. പിന്നെ ഇത് പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യാത്ത സംഭവമാണ്. നമ്മൾ ഇത് സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഇതാണ്. നമ്മളിപ്പോൾ ഇത് ഓട്ടോ ലൈറ്റ് മോഡിലാണ് ഇപ്പോൾ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഓൺ ആകുമ്പോഴത്തേക്കും, ഹെഡ്ലൈറ്റ് ഓൺ ആകുമ്പോഴത്തേക്കും ഡിസ്പ്ലേ അങ്ങ് ഒന്നിൽ ബ്രൈറ്റ്നസ് കൂടി കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കുറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടുകയോ കുറയ്ക്കുകയോ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാത്രിയാകുമ്പോൾ സ്ക്രീനിൻ്റെ, അതായത് മീറ്റർ കൺസോളിൽ ലൈറ്റിൽ അങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ലെഫ്റ്റ് ഇവിടെ എന്താ സൈഡ് ഗ്ലാസ്സിൽ അതിൻ്റെ പ്രൊജക്ഷൻ വരും. നമുക്ക് ഡ്രൈവിങ്ങിന് ചെറുതായിട്ട് ഡിസ്ട്രാക്ട്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് കുറച്ച് വെക്കാം. പിന്നെ ഇത് വരുന്നത് പാർക്കിംഗ് ബ്രേക്കാണ്.
പിന്നെ അതുകൂടാതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പാർക്കിംഗ് ബ്രേക്ക് റിലീസ് പാർക്കിംഗ് ബ്രേക്ക് വണ്ടി ഓഫ് ഇതായി കിടക്കുമ്പോൾ പാർക്കിംഗ് ബ്രേക്ക് ചവിട്ടിയാലേ ആണ് റിലീസ് ആവുള്ളൂ. റിലീസ് ആവും. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ റിലീസ് ആവും. ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവില്ല. അതൊരു സേഫ്റ്റി ഫംഗ്ഷനാണ്. അതുകൂടാതെ നമുക്ക് ഹിൽ അസിസ്റ്റന്റ് ഉണ്ട്. ഓട്ടോ ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യം ബ്രേക്ക് ചവിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക്, ഇപ്പോൾ എല്ലാ കാറുകളിലെല്ലാം ഉള്ളതുപോലെ തന്നെ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് ഇടേണ്ട വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആയിക്കോളും. നമ്മൾ ആക്സിലേറ്റർ ബ്രേക്ക് ചെയ്യുന്ന ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആയിക്കോളും. അതും വളരെ ഒരു അഡ്വാൻസ് നല്ല ഗുഡ് ഫീച്ചറാണ്. കാരണം നമ്മൾ ഇപ്പോൾ എങ്ങാനും പാർക്കിംഗ് ബ്രേക്ക് മറന്നു പോയാൽ തന്നെ അത് സേവ് ചെയ്തോളും. പിന്നെ ഇത് വരുന്നത് ഒരു USB ചാർജറാണ്. നമുക്ക് അവിടുന്ന് മൊബൈലിൽ എന്ത് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. പിന്നെ അതുകൂടാതെ ഇവിടെ 12 വോൾട്ട് ചാർജർ വേറെ വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ അടുത്ത ഇത് വരുന്നത് നമുക്ക് വേണ്ടി എക്സ്ട്രാ ഒരു ലിഫ്റ്റ് ആക്സിൽ കൂടെ ഉണ്ട്, ഒരു വീലും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ലോഡൊക്കെ കയറാൻ നേരത്ത് ആ വീലും കൂടെ വല്ല വണ്ടി കാലിയായിട്ട് അത് നിങ്ങൾക്ക് മീറ്റർ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ലിഫ്റ്റ് ആക്സിൽ പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ലിഫ്റ്റ് ആക്സിൽ താത്തി വെക്കാനാണെങ്കിൽ എല്ലാ വീലും ഇത് പ്രസ് ചെയ്താൽ മതി, അത് പോയി. വീണ്ടും നമ്മൾ ലിഫ്റ്റ് ആക്സിൽ പൊക്കുവാണെങ്കിൽ സെയിം അതിലവിടെ വന്നു. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം എല്ലാം അത് നോർമൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ്. പിന്നെ വരുന്നത് ഇതാ ഓട്ടോ ബ്രേക്കാണ്. പിന്നെ ഇത് ലൈൻ അസിസ്റ്റൻറ്റ്. ഇത് രണ്ടും ഗ്രീൻ ആയിട്ട് ഇരിക്കുകയാണ്, ദാറ്റ് മീൻസ് ഇത് ഓണാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, ഈ ഓട്ടോ ബ്രേക്കിംഗ് വണ്ടി തന്നെ ബ്രേക്ക് ആവുന്നു. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ തന്നെ പറയുന്നത് 2 വട്ടം അങ്ങനെ വണ്ടി ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. ട്രക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി ഒറ്റ സ്റ്റൗട്ട് ആവില്ല, പതുക്കെ ചവിട്ടി വണ്ടി ഒന്ന് സ്ലോ ആവും. അത് ഇപ്പം നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ വണ്ടി നമ്മുടെ ഇത്ര മീറ്ററുള്ള വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ക്രീനിൽ ഓൾറെഡി നമുക്ക് വാർണിംഗ് വരും. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ വണ്ടി ട്രക്ക് ബ്രേക്ക് ആവും. ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിരിക്കും, പക്ഷേ ഇത്ര മീറ്റർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രക്ക് ബ്രേക്ക് ആവാനുള്ള ഇതാണത്. പിന്നെ ഇത് ഡിഫ് ലോക്കിൻ്റെ സ്വിച്ചാണ്. അത് നമ്മൾ വണ്ടി മഡിയിലോ എന്തെങ്കിലും വണ്ടി ട്രാക്ഷൻ വീല് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കയറിപ്പോകണം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിഫ് ലോക്ക് ഓൺ ആക്കിയിട്ട് കയറിപ്പോകാം. പിന്നെ സ്കാനിയയുടെ ഇപ്പോഴത്തുള്ള പുതിയ വണ്ടിയുടെ എല്ലാ സ്ക്രീന് വരുന്നത് ഇതുപോലത്തെ സ്ക്രീനാണ്, ടച്ച് സ്ക്രീനാണ്. ഇപ്പോൾ എല്ലാ സീരീസിലും ഈ സ്ക്രീൻ ഇതിനകത്ത് തന്നെ ഒരു ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ടല്ലേ? അത് ഗൂഗിൾ മാപ്പ് ഇതിനകത്ത് കാണിക്കുന്ന ഗൂഗിൾ മാപ്പ് അല്ല, ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് കാർപ്ലേയും ഉണ്ട്. ഇപ്പം ഞാനൊരു ആപ്പിൾ കാർപ്ലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പം എൻ്റെ ഫോണിലെ ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ നീ ഉപയോഗിക്കുന്നത് ടോം ആണ്. ഞാൻ ഉപയോഗിക്കുന്നത് ടോമിന്റെ ഗോ എക്സ്പേർട്ട് ആണ്. പക്ഷേ ജസ്റ്റ് ഒരു ബാക്കപ്പിന് വേണ്ടി ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഞാൻ സൂം ചെയ്യുന്ന അറിയാൻ വേണ്ടി ഇതിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫോണിൻ്റെയും കോൺടാക്ട് ലിസ്റ്റും എല്ലാ രീതിയിലും നമ്മൾ ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിലെ എല്ലാ വിവരങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതൊരു നല്ല ഫീച്ചറാണ്. നമുക്ക് പാട്ടൊക്കെ കേട്ട് പോകാൻ വേണ്ടി നമ്മുടെ ഫോണിലുള്ള എല്ലാം ഇവിടെ കിട്ടും. ഇനി ഇങ്ങോട്ട് ഉള്ളത് സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതുകൂടാതെ ഇങ്ങോട്ട് വരുവാണെങ്കിലും പിന്നെ ചാർജിങ് പോയിന്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ടേബിൾ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ സീറ്റിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. അത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിന്റെ മുകളിൽ ഭാഗത്തെല്ലാം വരുന്നത് സ്റ്റോറേജ് സ്പേസ് ഒക്കെയാണ്. സ്റ്റോറേജ് ഇവിടെയൊക്കെ സ്റ്റോറേജ് ആയിട്ടാണ് വന്നത്. സ്റ്റോറേജാണ്, മൊത്തം സ്റ്റോറേജുകളാണ് കൂടുതലും വന്നത്. പിന്നെ പുറകിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ബെർത്ത് ഉണ്ട്. ഈ ട്രക്ക് സ്കാനിയയുടെ മറ്റ് സീരീസ് പോലെയല്ല, ഇത് കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ഇതിനപ്പോൾ അതുകൊണ്ട് ഒരു ബെർത്തുള്ളൂ. R സീരീസിൽ ബസ് സീരീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ബെർത്തും വണ്ടിക്ക് ഒരു സ്റ്റെപ്പും കൂടെ കൂടുതലാണ്, ഒരു ഹൈറ്റും കൂടെ കൂടുതൽ കാണും. അപ്പം ഇതാണ് അതിൻ്റെ ബെർത്ത് സ്പേസ്. അത്യാവശ്യം ഒരു ഡ്രൈവർക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഇത് ഫ്രിഡ്ജാണ്. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഫ്രിഡ്ജ് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാം. ഇത് അത്യാവശ്യം ഒരാൾക്കുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്കൊരു ഡ്രൈവർക്ക് ഒരു ലോങ് ഡ്രൈവ് പോകാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ചില വണ്ടികളിൽ നമുക്ക് ഓവനും കൂടെ വരുന്നുണ്ട്. ചൂടാക്കി കഴിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം ചൂടാക്കണമെങ്കിൽ ഓവൻ വെച്ചിട്ട് അത് ചൂടാക്കാൻ പറ്റും. പക്ഷേ ഈ ട്രക്കിൽ തൽക്കാലം അതില്ല. അത്യാവശ്യം നല്ല ബെഡാണ്. R സീരീസിലും S സീരീസിലൊക്കെ നമുക്ക് ഡബിൾ ബെർത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട്, ആകം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരിക്കും. ഇത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ലോക്കൽ ഓട്ടങ്ങൾക്കാണ്. ഈ ട്രാംവേഴ്സിനൊക്കെ കൂടുതലും R സീരീസും S സീരീസും ആയിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം അവർക്ക് കുറച്ചും കൂടെ സൗകര്യമായി ട്രക്കിൽ തന്നെ അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് കൊണ്ടും ട്രക്കിൽ തന്നെ കിടന്നുറങ്ങുന്നതുകൊണ്ടും അവർക്ക് കുറച്ചും കൂടെ വിശാലതയുള്ള വണ്ടിയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ട്രക്ക് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.